நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. മാണിക്യവാചക സ്വാമിയുടെ തിരുവാചകത്തിലെ 4-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ അധ്യായത്തിൻ്റെ പേര് പോറ്റിത്തിരു അകവൽ എന്നാണ്. പോറ്റി ഭഗവാൻ ശിവനാണ്. ആ ശിവൻ്റെ തിരു അകവലിനെ കുറിച്ചിട്ട് പാടുന്ന ഗാനങ്ങളാണ് ഈ 4-ാം അധ്യായത്തിൽ നിറയെ ഉള്ളത്. ഇത് തില്ലയിൽ വച്ച് ചിദംബരത്ത് വച്ചിട്ട് പാടിയ പാട്ടുകളാണ്. ഇത് അകവൽ കവിത എന്നാണ് അറിയപ്പെടുന്നത്. അകവൽ കവിത എന്ന് പറയുമ്പോൾ അതൊരു വൃത്തവിശേഷത്തിൻ്റെ പേരാണ്. ആചിരിയപ്പ എന്ന് പറഞ്ഞൊരു വൃത്തത്തിലാണ് ഈ കവിത രചിച്ചിരിക്കുന്നത്. നമുക്ക് ആ കവിതയുടെ ഉള്ളിലേക്ക് കിടക്കാം. നോക്കൂ. നാൻമുഖൻ ആദിയാം വാനവർ വാഴ്ത്തവേ, ഈരടി കൊണ്ട് 3 ലോകങ്ങളും അളന്നിട്ട് 4 ദിക്കിൽ നിന്നും വന്നോരാം ഋഷിമാരും പഞ്ചേന്ദ്രിയങ്ങൾ വിടരുന്ന പോലവേ പോറ്റിയ ദീപ്തമാം മകുടമണിഞ്ഞോനാം ശ്രീധരൻ ഈശൻ്റെ പാദങ്ങൾ കാണുവാൻ പണ്ടൊരു സുകരരൂപത്തെ പൂണ്ടോനായി 7 ലോകങ്ങളും കീഴോട്ട് പോയിട്ടും കാണുവാനാകാതെ മേനി തളർന്നോനായി ഊഴിക്ക് മുമ്പനെ ജയ ജയ എന്നോതി വാഴ്ത്തിയും കാണാത്ത ഇണമലരടികളെ വാഴ്ത്തുവാൻ സുലഭനായി ദർശനം മേകുവാൻ ആഴിപൂഴുന്നൊരു ഊഴിയിൽ വന്നു നീ. ആഴിപൂഴുന്ന ഈ ഊഴിയിൽ, ഈ ഭൂമിയിൽ അല്ലയോ ഭഗവാൻ, അങ്ങ് ഞങ്ങൾക്ക് ദർശനമരുളിക്കൊണ്ട് വാണോ. അപ്പോൾ ശിവഭഗവാൻ ഊഴിയിൽ, ഭൂമിയിൽ ദർശനമരുളുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. നമ്മെപ്പോലുള്ളവർക്ക് വേണ്ടി ദർശനം നൽകുവാൻ വേണ്ടി ഭഗവാൻ ഇതാ ഊഴിയിൽ, ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു. ഭൂമിയിൽ നമ്മുടെ മുമ്പിൽ വന്ന് ദർശനം നൽകുന്നു. എങ്ങനെയുള്ളവനാണ് ശിവനെന്ന് നോക്കൂ. നാൻമുഖനാദിയാം വാനവർ വാഴ്ത്തവേ, ഈരടി കൊണ്ടും 3 ലോകങ്ങൾ അളന്നിട്ടും 4 ദിക്കിൽ നിന്ന് വന്നോരാം ഋഷിമാരും പഞ്ചേന്ദ്രിയങ്ങൾ വിടരുന്ന പോലവേ പോറ്റിയ ദീപ്തമാം മകുടമണിഞ്ഞ അനേകം ശോഭയോടെ ശ്രീധരൻ ഈശൻ്റെ പാദങ്ങൾ കാണുവാൻ വേണ്ടി വന്നു. ശ്രീധരൻ ഈശൻ്റെ പാദങ്ങൾ കാണുവാൻ വേണ്ടി വന്നു. ശ്രീധരൻ സാക്ഷാൽ വിഷ്ണു. ആ വിഷ്ണു ഭഗവാൻ ഒരിക്കൽ ശിവൻ്റെ പാദങ്ങൾ കാണാൻ വേണ്ടി വന്നു. ഇങ്ങനെയുള്ള ശിവനാ നോക്കൂ. നാൻമുഖനാദിയാം വാനവർ വാഴ്ത്തുന്നവൻ. നാൻമുഖൻ ബ്രഹ്മാവ് മുതലായ സകല മഹാഭഗവാന്മാരും വാഴ്ത്തുന്ന, ഈരടി കാണാൻ കൊതിച്ചു നിൽക്കുന്ന ആ ശിവഭഗവാനെ കാണാൻ വേണ്ടി 4 ദിക്കിൽ നിന്നും വന്നോരാം ഋഷിമാരും കൂടിയിരിക്കുന്നു. എല്ലാ ഭാഗത്തു നിന്നും ഋഷിമാരും വന്നു. എന്നിട്ടും ശിവൻ്റെ പാദങ്ങളെ കാണാൻ കഴിഞ്ഞില്ല. പഞ്ചേന്ദ്രിയങ്ങൾ വിടരുന്ന പോലെ ദീപ്തമായ മകുടമണിഞ്ഞിരിക്കുന്ന ആ സാക്ഷാൽ വിഷ്ണു ഈശൻ്റെ പാദങ്ങൾ കാണുവാൻ വേണ്ടി സൂകര രൂപത്തെ പ്രാപിച്ചു. പന്നിയുടെ രൂപം പ്രാപിച്ചിട്ട് എന്ത് ചെയ്തു? 7 ലോകങ്ങളും കീഴോട്ട് ചെന്നു. 7 പാതാള ലോകങ്ങളും അന്വേഷിച്ച് നടന്നിട്ടും കാണുവാനാകാതെ മേനി തളർന്നവനായി. കാണുവാനാകാതെ മേനി തളർന്നു കിടപ്പായി. അപ്പോൾ സാക്ഷാൽ വിഷ്ണുവിന് പോലും 7 ലോകങ്ങളും താഴോട്ട് സഞ്ചരിച്ചിട്ടും
ശിവഭഗവാന്റെ പാദങ്ങൾ കാണുവാൻ കഴിഞ്ഞില്ല. ഒരു സൂകരത്തിൻ്റെ രൂപമെടുത്തിട്ട്, ഒരു പന്നിയുടെ രൂപമെടുത്തിട്ട് വിഷ്ണു ഭഗവാൻ ശിവൻ്റെ പാദങ്ങൾ കാണാൻ പോയ കഥയാണ് ഇവിടെ വിവരിക്കുന്നത്. അപ്പോൾ വിഷ്ണു ഭഗവാൻ 7 ലോകങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടും, കീഴോട്ട് പാതാളങ്ങളിലേക്ക് സഞ്ചരിച്ചിട്ടും ശിവൻ്റെ പാദങ്ങൾ കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള ആ ശിവൻ ഇതാ നോക്കൂ, വാഴ്ത്തുവാൻ, സുലഭനായ ദർശനമേക്കുവാൻ വേണ്ടി ആഴിചൂഴുന്നൊരു ഊഴിയിൽ വന്നു നിൽക്കുന്നു. ആഴിചൂഴുന്ന ഊഴിയിൽ ഭൂമിയിൽ ഇതാ ശിവഭഗവാൻ പാദങ്ങൾ ദർശിക്കാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ ശിവൻ ഭൂമിയിൽ വന്ന് പിറന്നിരിക്കുന്നു, ഭൂമിയിൽ വന്ന് നമ്മുടെ മുമ്പിൽ ദർശനമേകുന്നു. നമുക്ക് ആ ശിവഭഗവാനെ കൺകുളിർക്കെ കാണാൻ കഴിയുന്നു. സാക്ഷാൽ വിഷ്ണുവിന് പോലും 7 ലോകങ്ങളിലും പന്നിയുടെ രൂപത്തിൽ സഞ്ചരിച്ചിട്ട് പോലും ശിവപാദങ്ങളെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയുള്ള ശിവപാദങ്ങൾ ഇതാ നമ്മുടെ മുമ്പിൽ ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അല്ലയോ ഭക്തജനങ്ങളെ, നിങ്ങൾ ഈ കാഴ്ച കാണൂ. അപ്പോൾ ഇവിടെ മാണിക്യവാചക സ്വാമി ശിവപാദങ്ങളെ നമുക്ക് കാണിച്ചു തരികയാണ്. ഇതാ ശിവൻ്റെ പാദങ്ങൾ നിങ്ങൾ കൺകുളിർക്കെ കാണൂ എന്ന് വാക്കുകളുടെ, ആ പാദങ്ങളുടെ ഒരു വാഗ്മയ ചിത്രം നമ്മുടെ മുമ്പിൽ വരച്ചിട്ടിരിക്കുകയാണ്. അല്ലയോ ഭക്തന്മാരെ, അല്ലയോ സാധകന്മാരെ, അല്ലയോ ശിവസാധകരെ, നിങ്ങളിതാ വരൂ, എൻ്റെ കൂടെ വരൂ. ഈ വാക്കുകളിലൂടെ സഞ്ചരിക്കൂ, ഈ തിരുവാചകത്തിലൂടെ സഞ്ചരിക്കൂ. എന്നിട്ട് ആ ശിവപാദങ്ങളെ കാണൂ. മലര് പോലെയുള്ള, തൂമലർ പോലെയുള്ള ആ പാദപത്മങ്ങളെ ഇതാ അല്ലയോ ഭക്ത നീ കാണുക. സാക്ഷാൽ വിഷ്ണുവിന് പോലും കാണാൻ കഴിയാത്ത, 7 ലോകങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടും കാണാൻ കഴിയാതിരുന്ന ആ ശിവപാദങ്ങളെ ഇതാ നമുക്ക് ദർശിക്കാം. അങ്ങനെ മാണിക്യവാചകർ ഇതാ ശിവപാദങ്ങളെ നമ്മുടെ മുമ്പിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഈ ശിവപാദങ്ങൾക്ക് മുമ്പിൽ നമുക്ക് കൈകൂപ്പാം. ഇനി അടുത്ത ഭാഗം നോക്കൂ. ആന മുതൽ ഉറുമ്പ് വരെയും ഊനമന്യേ യോനിക്കുള്ളിലെ വിനകളിൽ നിന്ന് രക്ഷപ്പെടും. മാനുഷജന്മത്തിൽ മർത്യഗർഭത്തിൽ നിറയും കൃമികളിൽ നിന്ന് പിഴച്ചും കരുവായി വന്നിട്ട് ഒരു മാസത്തിൽ താന്നിക്കായുടെ വലിപ്പത്തിലിരിക്കുന്ന ആ മനുഷ്യ ജീവിതത്തിൻ്റെ കഥയാണ് പറയുന്നത്. ഒരു മനുഷ്യ ജന്മം എങ്ങനെ ഉരവമെടുക്കുന്നു, എങ്ങനെ രൂപപ്പെടുന്നു. അതായത് നാം മനുഷ്യനായി പിറക്കുന്നതിന് മുൻപ് മാതൃഗർഭത്തിൽ കഴിഞ്ഞവനാണ്. ആ മാതൃഗർഭത്തിൽ എങ്ങനെയാണ് കഴിഞ്ഞു നോക്കൂ. ആന മുതൽ ഉറുമ്പ് വരെയും, ആന തൊട്ട് ഉറുമ്പിനെ വരെയും ഊനമന്യേ യോനിക്കുള്ളിലെ വിനകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവനാണ് ശിവൻ. അത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ആന മുതൽ ഉറുമ്പ് വരെ കഴിയുന്നു. അമ്മയുടെ ഗർഭപാത്രത്തിൽ ആന മുതൽ ഉറുമ്പ് വരെയുള്ള സകല ജീവികളും 10 മാസവും ആ ഗർഭത്തിൽ കഴിയുന്നു. ആ സമയം ശിവഭഗവാൻ വിനകളിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. എല്ലാ അപകടങ്ങളിൽ നിന്നും, എല്ലാ വിനകളിൽ നിന്നും ആ കരുവിനെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ മാനുഷജന്മത്തിൽ മാതൃഗർഭത്തിൽ നിറയും കൃമികളിൽ നിന്ന് പിഴച്ചും ആ കൃമികളിൽ നിന്നും രക്ഷപ്പെടുന്നു. മാതൃഗർഭത്തിലെ അനേകം കൃമികളിൽ നിന്ന് ആ മനുഷ്യജീവനെ ഭഗവാൻ ശിവൻ രക്ഷപ്പെടുത്തുന്നു. എന്നിട്ട് കരുവായി വളർന്നു. ആ ബീജം പിന്നെ കരുവായി വളർന്ന് ഒരു മാസം കൊണ്ട് താന്നിക്കായുടെ വലിപ്പം പ്രാപിക്കുന്നു. അങ്ങനെ മാതൃഗർഭത്തിൽ എല്ലാ കഷ്ടപ്പാടുകളെയും ഇല്ലാതാക്കിക്കൊണ്ട്, എല്ലാ വിനകളെയും ഇല്ലാതാക്കിക്കൊണ്ട് ശിവൻ നമ്മെ ആ മാതൃഗർഭത്തിലെ കരുവിനെ കാത്തുരക്ഷിക്കുന്നു. എന്നിട്ട് 2-ാം മാസം ഛിദ്രം താണ്ടി, 2-ാം മാസത്തിൽ അപകടമുള്ളതാണ്, ആ അപകടവും താണ്ടിക്കൊണ്ട് 3-ാം മാസം മദനീരിൽ പിഴച്ചും, 3-ാമത്തെ മാസം വയറ്റിലെ ഗർഭത്തിലെ ആ മദനീരിൽ, ആ ജലത്തിൽ
കഷ്ടപ്പെട്ടും 4-ാം മാസം ഇരുളിൽ പിഴച്ചും 4-ാമത്തെ മാസം അത് ഗർഭപാത്രത്തിലെ ഇരുട്ടിലാണ് കഴിയുന്നത്. 5-ാം മാസം അപമൃതി കാത്തും 5-ാം മാസത്തിൽ മൃതി സംഭവിക്കേണ്ടതാണ്. നിന്ന് ശിവൻ രക്ഷപ്പെടുത്തുന്നു. 6-ാം മാസം ഉരുവാർന്നും 6-ാം മാസത്തിൽ ആ ഒരു താന്നിക്ക വലിപ്പമുള്ള ആ ഒരു മുഴുവലിപ്പം മാർന്ന് വളരും. 7-ാം മാസം താഴെ വീഴാതെയും 8-ാം മാസം തരണം ചെയ്തും 9-ൽ വരും തുമ്പം നീങ്ങി. 9-ാം മാസം എത്തുമ്പോൾ എല്ലാ ദുഃഖങ്ങളെയും എല്ലാ വിനകളെയും താണ്ടിക്കൊണ്ട് തായക്കൊപ്പം മാസം 10-ഉം ദുഃഖസാഗരം നീന്തിക്കടന്ന് ആണ്ടുകൾ തോറും വളരുന്നു. അങ്ങനെ 10 മാസം അമ്മയുടെ ഗർഭത്തിൽ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ വിനകളും സഹിച്ചുകൊണ്ട് ശിവകൃപയാൽ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടുകൊണ്ട് ശിവൻ കാത്തു രക്ഷിക്കുന്ന ആ ഉരുവം 10-ാം മാസത്തിൽ കുഞ്ഞായി പുറത്തേക്ക് വരുന്നു. പിന്നെ ആണ്ടുകൾ തോറും ആ കുഞ്ഞ് വളരുന്നു. താങ്ങിയെടുത്ത് ഇരുത്തിയും എന്നെ പലതിലും ഏർപ്പെടുത്തിയും പുലർച്ചയിൽ മലവും പകലിൽ പശിയും നടുവിൽ ചെയ്യും വേലകൾ പലതും ഇരവിൽ നിദ്രയും യാത്രകൾ പലതും ഇവയെല്ലാം ദിനം തരണം ചെയ്തും അങ്ങനെ മാതൃഗർഭത്തിൽ നിന്ന് ഒരു കുഞ്ഞ് 10 മാസം കഴിയുമ്പോൾ പുറത്തേക്ക് വരുന്നു. അനേകം കഷ്ടപ്പാടുകൾ താണ്ടിക്കൊണ്ട് ആ കുഞ്ഞ് വളർന്ന് വലുതാകുന്നു. അങ്ങനെ വളർന്ന് വലുതാകുമ്പോൾ എല്ലാവിധ ആശകളെയും മാറ്റിക്കൊണ്ട് അറിവിൻ്റെ ലോകത്തേക്ക് ആ കുഞ്ഞ് വളരാൻ ശ്രമിക്കുന്നു. അങ്ങനെ ചുറ്റും നാസ്തിക മതം പത്തി വിടർത്തിയാടുമ്പോൾ ആ നാസ്തിക മതത്തെയും അതേപോലുള്ള മറ്റ് ചിന്താഗതികളെയും എല്ലാം തടഞ്ഞുകൊണ്ട് ശിവപൂജയിൽ ആ കുട്ടി വളർന്ന് വലുതാകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഓം ശിവ.